ന്യൂ കമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സൊക്കെ ന്യൂ കമ്മറായിട്ട് വന്നപ്പോഴത്തേക്കും ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു പ്രോജക്റ്റ് സംസാരിക്കുമ്പോഴായാലും ഓർ എനി പേഴ്സൺ ഐ ഡോണ്ട് നോ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഇറ്റ്സ് മൈ മോം ഹു ഡീൽസ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാത്തൊരു ഫോൺ കോൾ എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഒറ്റയ്ക്ക് പോയി ഒരാളെ കാണേണ്ടതായിട്ട് വന്നിട്ടില്ല. സോ അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന കുറേ ബാഡ് എക്സ്പീരിയൻസസ് അതുകൊണ്ട് അവോയ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ഒരു സെറ്റിലിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴായാലും കുറേ ഇങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുന്നവർ നമ്മളോട് പറയാറുണ്ടല്ലോ, അവർക്ക് ദേ വർ ട്രിക്ഡ് ഇൻ ടു തിങ്കിങ് ദാറ്റ് ദിസ് വാസ് സംതിങ് എൽസ് ഓർ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് അവർ പറയാറുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ടച്ച് വുഡ് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അയ്യോ വൈ ഡിഡ് ദേ തിങ്ക് ഓഫ് മീ ലൈക്ക് ദാറ്റ് എന്നൊരു സാധനം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ചെറുതിലേ ചെയ്ത് വന്നുകൊണ്ട് ഇപ്പം നമ്മൾ അറിയാവുന്നവരായാലും അവർക്ക് എന്നെ കാണുമ്പോഴും ഇപ്പോഴും ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് തോന്നാറ്. ഓ അന്നേ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയൊക്കെ. സോ ആ കാര്യത്തിൽ ഐ തിങ്ക് ഐ വാസ് ലക്കി. അല്ലാതെ ഐ ഡോണ്ട് നോ ഹൗ സേഫ് ഇറ്റ് ഈസ്, പക്ഷേ ഐ വാസ് ജസ്റ്റ് ലക്കി ടു ഗോ ത്രൂ ദാറ്റ് വേ. ഇപ്പം അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അമ്മ ഒരു സപ്പോർട്ട് പില്ലറാണല്ലോ, എല്ലാത്തിനും അമ്മയാണല്ലോ കൂടെ വരുന്നതൊക്കെ. സോ അമ്മയുടെ ഒരു ആഗ്രഹമാണോ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മനസ്സ വരണം, അങ്ങനെ അമ്മയുടെ കൂടെ ഒരു ആഗ്രഹമാണോ? ആക്ച്വലി പറയാനാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നത് അമ്മയ്ക്കാന്ന് തോന്നുന്നു. ബിക്കോസ് ഷി വാസ് മോർ വറീഡ് അബൌട്ട് മൈ സ്റ്റഡീസ്. പക്ഷെ എൻ്റെ അമ്മാമ്മയ്ക്കും പപ്പയ്ക്കും ബാക്കി എല്ലാവർക്കുമാണ് സിനിമ അവർക്കൊരു ഭയങ്കര എന്താ പറയുക, ലൈക്ക് ദേ വാണ്ടഡ് മീ ടു ഗോ ഫോർ ഇറ്റ്. പക്ഷെ ഇപ്പം ഞാൻ എന്നിട്ട് അമ്മ എപ്പോഴും കളിയാക്കും, അമ്മയാണ് എൻ്റെ കൂടെ സെറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, നമ്മൾ വി ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്. പക്ഷെ അമ്മ അതിൻ്റെ സുഖം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് ഇൻ എ ടെൻസ്ഡ് മോഡ്. അയ്യോ ഇവള് സമയത്തിന് ഇറങ്ങുമോ, ഇവള് ലൈൻസ് ഒക്കെ പഠിച്ചോ, ഇവള് സ്റ്റെപ്പൊക്കെ പഠിച്ചോ, ഇങ്ങനൊരു ടെൻഷനിലാണ് അമ്മ എപ്പോഴും പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പം എന്നോട് പറയാം, ഞാനിപ്പോൾ കുറച്ചൊക്കെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഒരു ടെൻഷനിലാണ്. സോ പക്ഷെ ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന അത്രയും തന്നെ അമ്മ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ പോകുന്ന എന്താ പറയാ, എനിക്ക് തന്നെ ചിലപ്പം ഞാൻ ടയേർഡ് ആവും ഇങ്ങനെ. അപ്പോൾ അത്രയും സ്റ്റാമിന അമ്മയ്ക്കുണ്ട്.